ഹായ് കൂട്ടുകാരെ, നല്ല ഫ്രഷ് മീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ദേ ഇരിക്കുന്നത് കണ്ടോ, എത്ര നല്ല ഫ്രഷ്. ഇപ്പം അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ. ഇതെവിടെയാണെന്നറിയാമോ? കൊച്ചിയിലെ വൈപ്പിൻ ഫിഷ് മാർക്കറ്റിൻ്റെ സമീപമുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ ഞങ്ങളിതിവിടെ രാവിലെ തന്നെ എത്തിയ സമയത്ത് അവർ ഐസ് കട്ടയൊക്കെ നിരത്തി ഇതിലേക്ക് അവർ ഫിഷൊക്കെ പെറുക്കി ഇങ്ങനെ ഓരോന്ന് തരം തിരിച്ച് വയ്ക്കുന്നതേ ഉള്ളൂ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാമോ? ഒരു സൈഡിൽ നിന്ന് അങ്ങേയറ്റം വരെ ഓരോ തരം ഫിഷുകൾ, ഇങ്ങനെ എല്ലാം നല്ല ഫ്രഷാണ്. ഇപ്പം അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സമയം അവരെല്ലാം ലേലം വിളിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ നല്ല മനോഹരമാണ്. ഒരു അന്തരീക്ഷമൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലത്തെ അന്തരീക്ഷം നല്ലൊരു, നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പം അവിടെ പലതരം ഫിഷുകൾ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഞങ്ങൾ ഓരോന്നിൻ്റെയും എല്ലാ റേറ്റൊക്കെ അവിടെ തന്നെ ടാഗിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം നോക്കി ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങാൻ പറ്റും. എല്ലാത്തരം മീനുകളും നമുക്ക് അവിടെ കിട്ടും. നത്തോലി, പിന്നെ കരിമീൻ, അയില, മത്തി, കിളിമീൻ, ചൂര, ചെറിയ ചൂര മുതൽ വലിയ ചൂര വരെ, അതുപോലെ നെയ്മീൻ, കേര എന്ന് വേണ്ട എല്ലാ മത്സ്യങ്ങളും നമുക്ക് അത് ഇരിക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ 1-2 തരം മീനുകൾ മാത്രമേ അവിടെ അടുക്കിയിട്ടുള്ളായിരുന്നു. ഞങ്ങളവിടെ നിന്നിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. ഇവരിതുപോലുള്ളൊരു ട്രോളിയിലാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോ ഭാഗത്തേക്കും കുറേ സെക്ഷനുണ്ട്. അപ്പോൾ അവിടേക്ക് അവർ ഇങ്ങനെ നിരത്തി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞങ്ങളതെല്ലാം ഇങ്ങനെ കണ്ട് ഇഷ്ടമുള്ള മീനുകളൊക്കെ ഞങ്ങൾ ഓർഡർ കൊടുത്തു. അപ്പോഴേക്കും അവരത് തൂക്കിയെടുത്ത് ക്ലീൻ ചെയ്യാൻ തന്നെ കുറച്ച് പേരുണ്ട്. അവിടേക്ക് കൊടുക്കും. അവിടെ നിന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കുറച്ച് നേരം ഞങ്ങൾ നിന്നു. കാരണം ഞങ്ങൾ കുറച്ചധികം മീനുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ ക്ലീൻ ചെയ്ത് നമുക്ക് തരണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. ഞങ്ങൾക്കതൊക്കെ കാണാനൊരു നല്ല ഇഷ്ടം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ ദേ ഈ ഒരു മീൻ കണ്ടോ, വലിയൊരു മീനാണ്. ഈ മീൻ ഞങ്ങൾ അവരോട് ഇതിൻ്റെ എത്ര വെയിറ്റ് കാണുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഒരു 80-90 കിലോ ഉണ്ട് ഇതെന്ന് പറഞ്ഞു. അവർ 4 ആൾക്കാർ കൂടി ഒരു എന്താ പറയുക, ഒരു ഹുക്ക് ഒക്കെ 4 സൈഡിലും ഓരോ ഹുക്ക്, 2 സൈഡിലും ഈ 2 ആൾക്കാർ വെച്ചിട്ട് ഇങ്ങനെ ഹുക്കിലാണ്. അവർക്കല്ലാതെ അത് പൊക്കി അതിൻ്റെ മുകളിലേക്ക് വെക്കാൻ ഇത്തിരി നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവർ കണ്ടല്ലേ ഹുക്കൊക്കെ ചേർത്തിട്ട് വാലിൻ്റെ ഭാഗത്ത് മാത്രം ഒരാൾ പിടിച്ചിട്ട് മറ്റേ 2 സൈഡിലും 2 ആൾ ഓരോ ഹുക്ക് ചേർത്തിട്ട്. അപ്പോഴാണ് ഞങ്ങളിതിൻ്റെ വെയിറ്റ് അവരോട് ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് അതിൻ്റെ തലയൊക്കെ വെട്ടി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിന്ന് ഇതൊക്കെ ഒന്ന് കാണുകയാണ്. ഞാനിവിടെ ഈ ഫിഷ് മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ശരിക്കും ഞങ്ങൾ മാർക്കറ്റിലല്ല വന്നത്, അവിടെ ഒരു ഷോപ്പിൽ ആണ് വന്നത്. അപ്പം എൻ്റെ ഒരു കസിൻ എല്ലാ വീക്കിലും ഇവിടെ വന്നിട്ട് നല്ല ഇതുപോലെ ഫ്രഷ് മീനുകൾ വാങ്ങും. അപ്പം നാളെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ചേച്ചിന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളും കൂടെ പുറപ്പെട്ടത്. അങ്ങനെ വന്ന് കുറച്ചധികം മീനുകൾ വാങ്ങാനും ഇതൊക്കെ ഒന്ന് നമുക്ക് കാണാനും കൂടെ പറ്റിയെന്നുള്ള. നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് അല്ലെ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മീൻ 1 കിലോ അല്ലെ 2 കിലോ മീൻ വാങ്ങിച്ച് അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണല്ലോ. ഇതൊരു ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ അതേ ഇപ്പോൾ കുറേശ്ശെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളായിരുന്നു ഫസ്റ്റ് കസ്റ്റമർ. അപ്പം ഞങ്ങൾ ഇത്രയും 2 ബോക്സ് നിറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കസിനും ഒന്ന് വാങ്ങി, ഞങ്ങളും ഒന്ന് വാങ്ങി. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാം വൃത്തിയാക്കി എല്ലാം നമുക്ക് ഫ്രീസറിലാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇഷ്ടാനുസരണം കറി വയ്ക്കാനുള്ളതും വറുക്കാനുള്ളതും ഒക്കെ ഞങ്ങളിങ്ങനെ വാങ്ങി അങ്ങനെ എല്ലാം തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഇനി വരികയാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു എനിക്ക് കേട്ടോ. ഞാനിങ്ങനെ പോയിട്ട് ഇത്രയും കൂടുതൽ മീനൊന്നും വാങ്ങിയിട്ട് ഇല്ല ഇതുവരെ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയാൽ ഇതെല്ലാം നല്ലൊരു പണിയുണ്ട്.
അപ്പം ഫിഷ് ഫ്രൈ നല്ല കിളിമീൻ, നല്ല ഫ്രഷായിട്ടുള്ള മീൻ ഞങ്ങൾ വറുക്കാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓയിലൊന്നും അധികം ഒഴിക്കേണ്ട, നമുക്ക് ഇതുപോലെ എയർ ഫ്രയറിലാകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ സ്പെഷ്യലായിട്ട് നല്ല കപ്പ, വേകുന്ന കപ്പ വാങ്ങിയതല്ല, ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ച് വേവിച്ചു. പിന്നെ മീൻ ഫ്രൈ ചെയ്തു. പിന്നെ നല്ല ആറ്റുവാള അത് വെച്ചിട്ട് നല്ലൊരു കറി, കുടംപുളിയൊക്കെ ഇട്ട് മുളക് കറി വെച്ചിട്ടുണ്ട്.